എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മുട്ടയും നമ്മുടെ അടുക്കളയിൽ സാധാ കാണുന്ന ചേരുവകൾ മാത്രം വെച്ചിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിന്റെ റെസിപ്പിയാണ്. ഓവനിൽ വെച്ചിട്ട് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്നത്, അതുപോലെ തന്നെ നമുക്ക് ഓവൻ ഇല്ലാതെയും ഇത് ചെയ്തിട്ടെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു എഗ് റോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു മാവ് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അതിനായിട്ട് ഇതുപോലെ ഈ ഒരു അരിപ്പയിലേക്ക് 250 ml ഈ ഒരു കപ്പിൽ 2.5 കപ്പ് അളവിൽ നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു മൈദ ഒന്ന് അരിച്ചിട്ടെടുക്കാം. അപ്പോൾ മൈദ ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു 210 ml പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഇളം ചൂടുള്ള പാൽ തന്നെ വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു പാലിന് പകരം നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പക്ഷേ വെള്ളത്തിനെക്കാട്ടിലും ടേസ്റ്റ് കൂടുതൽ പാലിൽ തന്നെ ചെയ്യുമ്പോഴാണ്. 210 ml എന്ന് പറയുമ്പോൾ നമ്മൾ 250 ml കപ്പിലാണെങ്കിൽ ഒരു 3/4 കപ്പും ഒരു 2 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാനാണ്. ഈസ്റ്റ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇൻസ്റ്റന്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇത് പൊങ്ങാൻ വേണ്ടിയിട്ടൊന്നും വെക്കുന്നില്ല, ഡയറക്റ്റ് നമുക്ക് ഇതിലേക്ക് പൊടിയിട്ട് കൊടുക്കാം. ഇനി നിങ്ങൾ ഡ്രൈഡ് ഈസ്റ്റാണ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു സമയത്ത് ഈസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അതൊന്ന് പൊങ്ങി വന്നതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് പൊടിയിട്ട് കൊടുക്കാവുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരിച്ചെടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഒരു പൊടിയില്ലേ, ആ ഒരു മൈദ ഇതിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. ആദ്യം നമ്മളൊരു സ്പാച്ചിലോ അല്ലെങ്കിൽ ഒരു തവിയോ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അത്യാവശ്യം ഒന്ന് മിക്സ് ആയതിനു ശേഷം ഇനി നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് ബട്ടർ ആക്കിയിട്ട് നമ്മളൊന്ന് കുഴച്ചിട്ടെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഒരു കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തി പലകയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് നന്നായിട്ടൊരു 10 മിനിറ്റോളം തന്നെ ഇതൊന്ന് കുഴച്ചിട്ടെടുക്കാം കേട്ടോ, ഈ ഒരു മാവ് ഇതുപോലെ. അപ്പോൾ ഇത് കണ്ടില്ല, ഒരു 10 മിനിറ്റോളം തന്നെ നമ്മൾ മാവ് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് നല്ല സോഫ്റ്റ് ആക്കി ഒരു മാവ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം നമ്മുടെ ഈ ഒരു മാവ് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു മാവ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നന്നായിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴത്തേക്കും അത് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഒന്നെങ്കിൽ ഇതുപോലെ ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് നമ്മളൊന്ന് കവർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി എടുത്തിട്ട് വെള്ളത്തിൽ മുക്കി നന്നായിട്ടൊന്ന് പിഴിഞ്ഞതിന് ശേഷം ആ ഒരു കോട്ടൺ തുണി കൊണ്ട് നമ്മളൊന്ന് കവർ ചെയ്ത് കൊടുത്താലും മതി. അത്യാവശ്യം നല്ല ചൂടുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഒരു 1-1.5 മണിക്കൂർ കൊണ്ടൊക്കെ നന്നായിട്ട് തന്നെ നമുക്ക് നല്ല ഡബിളായിട്ട് പൊങ്ങി കിട്ടും. ഇനി അഥവാ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അതിൽ കൂടുതൽ സമയം എടുത്തുനിന്നിരിക്കും കേട്ടോ. നല്ല ഡബിളായിട്ട് നമുക്ക് ഈ ഒരു മാവൊന്ന് പൊങ്ങി കിട്ടിയാൽ മതി. ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇത് 4 വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് കനം കുറഞ്ഞൊന്ന് അരിഞ്ഞിട്ടെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ സവാള ഫുള്ളായിട്ട് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഈ ഒരു സവാള ഒന്ന് വഴറ്റിയെടുക്കണം. സവാള ഒരുപാടങ്ങ് വഴണ്ടി പോകണ്ട, എന്നാലും അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. അത്യാവശ്യം ഇതുപോലെ ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ ഒരു 4 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുത്താണ്. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി. ഇത് കണ്ടില്ലേ, സവാള ഇതുപോലൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ ഞാനിപ്പോൾ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ മീറ്റ് മസാലയും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. പൊടികളുടെ ഒരു പച്ച ചുവന്ന് മാറി വന്നതിന് ശേഷം ഇതിൻ്റെ ഒരു ഉപ്പൊന്ന് നോക്കുക. അപ്പോൾ ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വളരെ കുറച്ച് മാത്രം 1 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഈ ഒരു സമയത്ത് ഇതിൻ്റെ എരിവൊന്ന് നോക്കിയിട്ട് നമുക്ക് ആവശ്യമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കുകയാണ്. ആ ഒരു പൊടികളുടെ ഒന്നൊരു കുത്തലുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു പഞ്ചസാരയും കൂടെ വേണമെങ്കിൽ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പൊടികൾ ചേർത്ത് കൊടുത്ത് ഒരു 5-6 മിനിറ്റോളം ഇതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ പുഴുങ്ങിയ മുട്ടയാണ്.
മുട്ട നമ്മൾ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മുടെ ഈ ഒരു മാവ് ഇവിടെ നല്ല ഡബിളായിട്ട് തന്നെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. എനിക്കിത് കറക്റ്റ് ഒരു 1.5 മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്ക് നന്നായിട്ട് ഇതുപോലെ നല്ല ഡബിളായിട്ട് തന്നെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് കുഴച്ചിട്ടെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപടി തന്നെ നമുക്ക് ഒരു കൗണ്ടർ ടോപ്പിലേക്കോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തി പലകയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതുപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം ഒരേ വലിപ്പത്തിൽ. ഇനി നമുക്കിത് ഏകദേശം ഒരേ വലിപ്പത്തിൽ ഒരു 8 പീസാക്കി ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതുണ്ടല്ലോ 8 എണ്ണമായിട്ട് ഞാൻ ഇതിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടല്ലോ ഇതെല്ലാം തന്നെ നമുക്ക് ബോൾസാക്കി ഇതിലൊന്ന് ഉരുട്ടിയെടുക്കണം. ഉരുട്ടിയിട്ട് നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഇപ്പോൾ പരത്തിയെടുക്കാൻ എടുക്കുന്ന ഈ ഒരു മാവ് ഒഴിച്ച് ബാക്കി മാവ് നമുക്ക് ഒന്ന് കവർ ചെയ്ത് തന്നെ കൊടുക്കണം. അല്ലെങ്കിൽ ആ ഒരു മാവ് ആ ഒരു സമയം കൊണ്ടിരുന്ന് ഡ്രൈ ആയി പോവും. അപ്പോൾ കവർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ആദ്യം ഇതുപോലെ ഈ ഒരു മാവ് നമുക്ക് കൈവച്ചിട്ടൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലൊന്ന് ആക്കിയിട്ടെടുക്കാം. അതിനുശേഷം ഒരു കൗണ്ടർ ടോപ്പിലേക്കോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തി പലകയിലേക്കോ ഇട്ട് കൊടുത്തിട്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ തന്നെ നമ്മളിതൊന്ന് പരത്തിയിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു കട്ടിക്ക് ഈ ഒരു വലിപ്പത്തിൽ റെക്റ്റാങ്കിൾ ഷേപ്പിൽ വേണം നമ്മൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഈ അറ്റത്തുനിന്ന് അത്യാവശ്യം ഒന്ന് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഇതുപോലെ നമുക്ക് ഈ ഒരു ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ നമ്മൾ ഫില്ലിംഗ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ഇതുപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. മുട്ട നമ്മൾ ഇതുപോലെ ഒരെണ്ണം രണ്ടായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ചെറിയ മുട്ട തന്നെ വേണം കേട്ടോ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള മുട്ടയൊക്കെ ആണെങ്കിൽ ഒന്നും കൂടി കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അത് ചിലപ്പോൾ പൊട്ടി പോകും മടക്കി എടുക്കുമ്പോഴത്തേക്കും. അതിനുശേഷം ഈ ഒരു അറ്റം പിടിച്ചിട്ട് ഇതുപോലെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഈ ഒരു സൈഡ് നമ്മൾ നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു കത്തി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഈ ഒരു ഭാഗം അത്യാവശ്യം ഇതുപോലെ ഈ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. ഇതുപോലെ നമ്മളൊന്ന് വരഞ്ഞതിന് ശേഷം ഈ ഒരു അറ്റം ഇതുപോലെ പിടിച്ചിട്ട് വീണ്ടും ഒന്ന് മടക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു വരഞ്ഞ ഒരു ഭാഗം മുകളിലേക്ക് കാണുന്ന രീതിയിൽ വെച്ചിട്ട് ഈ ഒരു രണ്ട് സൈഡും ഉള്ളിലേക്കായിട്ട് നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തിട്ടെടുക്കാം. നമ്മൾ ഏത് പാത്രത്തിലാണ് ഇത് ബേക്ക് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഇതുപോലൊരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിലും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിത് ഓരോന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ നമ്മൾ ഷേപ്പാക്കി ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി വെച്ചിട്ടോ നമ്മളൊന്ന് കവർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് കണ്ടില്ല, ഇതെല്ലാം തന്നെ പരത്തി ഞാൻ ആ ഒരു ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. 6 എണ്ണം ഞാൻ ഓവനിൽ വെച്ചിട്ട് ചെയ്യാനുള്ളതും ബാക്കി ഒരു 2 എണ്ണം ഞാൻ ഓവനില്ലാതെ നമുക്ക് പാനിൽ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ പരത്തി ഷേപ്പാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഒരു 40-45 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇത് വീണ്ടും ഒന്നും കൂടി നമുക്കൊന്ന് പൊങ്ങി കിട്ടണം. അപ്പോൾ വീണ്ടും നമുക്കൊരു 45 മിനിറ്റും കൂടി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഏകദേശം ഒരു 45 മിനിറ്റോളം ആയിട്ടുണ്ട്. ആദ്യം നമ്മൾ പരത്തി ഇതുപോലെ ഷേപ്പാക്കി വെച്ചിരുന്നത് ഈ ഒരു പാത്രത്തിലേതാണ്. അത് കറക്റ്റ് 45 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് അതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു കോഴിമുട്ട ഇതുപോലെ ഒന്ന് പൊട്ടിച്ചൂറ്റി കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പാലും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 45 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെച്ച് ഇതിലൊന്ന് പൊങ്ങി വന്നിരിക്കുന്ന ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ഒരു മുട്ടയുടെയും പാലിൻ്റെ ഒരു മിക്സ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം ഇതുപോലെ ഇതിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ആ ഒരു മുട്ടയുടെയും പാലിൻ്റെ ഒരു മിക്സ് നമ്മളൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് ബേക്കായിട്ട് വരുമ്പോൾ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെളുത്ത എള്ളം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കറുത്ത എള്ളാണെങ്കിലും മതി. ഇതുപോലെ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് ഒറിഗാനോയും കൂടെ വേണമെങ്കിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് ഓവനിൽ വെച്ചിട്ടൊന്ന് ബേക്ക് ചെയ്തിട്ടെടുക്കാം. 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമ്മൾ 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ഒരു 20-25 മിനിറ്റ് ഒക്കെ വെക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് നമുക്കിത് ബേക്കായി കിട്ടും. നമ്മൾ ഫംഗ്ഷൻ വെച്ച് കൊടുക്കേണ്ടത് മുകളിലത്തെയും താഴത്തെ ഒരു കോയിൽ ചൂടാകുന്ന രീതിക്ക് വേണം നമ്മൾ ഫംഗ്ഷൻ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ ഓവനിലേക്ക് വെച്ചൊന്ന് ബേക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ നമ്മൾ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഓവനിലല്ലാതെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിന് ഒരു 45 മിനിറ്റോളം കഴിഞ്ഞ് നന്നായിട്ട് നിന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആ ഒരു മുട്ടയുടെയും പാലിൻ്റെ ഒരു മിക്സ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം കുറച്ച് എള്ളും ഒരു ഒറിഗാനോയും കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക.
ഓവനിലല്ലാതെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ബിരിയാണി ഒക്കെ വെക്കുന്ന പോലത്തെ ഒരു പാത്രം വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു അടി കട്ടിയുള്ള ഒരു കടായി എടുത്താലും മതി. ഈ ഒരു പാത്രത്തിന്റെ ഉള്ളിലേക്ക് ഒരു സ്റ്റാൻഡും കൂടി ഇറക്കി വെച്ച് കൊടുത്ത് ഇതുപോലെ നമ്മൾ മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റോളം ഈ ഒരു പാത്രം നമ്മളൊന്ന് പ്രീഹീറ്റ് ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ പ്രീഹീറ്റ് ചെയ്തെടുത്ത് ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ ഒരു പാത്രം വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ മൂടി വെച്ച് നമ്മളൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം. ഈ ഒരു മൂടി വെച്ച് നമ്മൾ അടച്ചു വെച്ച് കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഗ്യാപ്പുകൾ ഉണ്ടെങ്കിൽ ആ ഒരു ഗ്യാപ്പ് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിന്റെ രണ്ട് സൈഡിലും ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അത് ഞാനൊരു അലുമിനിയം ഫോയിൽ വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവി ഒട്ടും തന്നെ വെളിയിലേക്ക് പോകരുത്. അതുപോലെ തന്നെ ഹോളുള്ള അടപ്പാണ് എടുക്കുന്നതെങ്കിൽ ആ ഒരു ഹോളിൽ നമ്മൾ അലുമിനിയം ഫോയിൽ വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇതുപോലെ നമ്മളൊന്ന് കവർ ചെയ്തതിന് ശേഷം ഇനി നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ആദ്യം ഒരു 15 മിനിറ്റോളം നമുക്ക് ഇതുപോലെ ബേക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് ഞാനൊരു 15 മിനിറ്റോളം ബേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓവനിലൊക്കെ വെക്കുന്ന പോലെ അത്യാവശ്യം അതിന്റെ മുകളിലും ചെറിയൊരു ഗോൾഡൻ കളറായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ ഇതുപോലെ നമ്മൾ പാനിൽ വെക്കുന്ന സമയത്ത് 15 മിനിറ്റിന് ശേഷം വീണ്ടും നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ആ ഒരു മുട്ടയുടെയും പാലിന്റെ ഒരു മിക്സ് ഇല്ലേ അതൊന്നും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വേണ്ട, അത്യാവശ്യം കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇതുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് കൂടി നമ്മളൊന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് നന്നായിട്ട് തന്നെ നമുക്കിത് ബേക്കായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതിവിടെ നിന്ന് ബേക്കായിട്ട് വരട്ടെ. അപ്പോൾ ഒരു സമയം കൊണ്ട് നമ്മൾ ഓവനിൽ വെച്ചത് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 25 മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് ഇതുപോലെ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഒരു ചൂടിരുന്ന് നന്നായിട്ട് തന്നെ ഒന്ന് കുറയണം. ഇതിൻ്റെ മുകളിൽ ഒരു നല്ലൊരു ഗ്ലേസിങ് പോലെ വരണമെങ്കിൽ കുറച്ച് ബട്ടറും കൂടി നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് കണ്ടില്ല, നമ്മൾ പാനിൽ വെച്ചത് കറക്റ്റ് ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും 15 മിനിറ്റ് കഴിഞ്ഞ് ടോട്ടൽ 30 മിനിറ്റ് ആയപ്പോഴത്തേക്ക് നന്നായിട്ട് എനിക്കിവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ആ ഒരു മാവൊക്കെ നന്നായിട്ട് വെന്ത് നല്ല ഒരു പഞ്ഞി പോലുള്ള ഒരു ബൺ പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു പാത്രത്തിൽ നമുക്കിത് വെളിയിലേക്ക് എടുത്ത് വെച്ച് കൊടുത്ത് ഇതിന് ചൂട് കുറയാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. രണ്ടാമത് നമ്മൾ ഓവനിൽ വെച്ചതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ചൂട് അറിയതിന് ശേഷം ആദ്യം ഞാൻ ഓവനിലുള്ളതൊന്ന് കട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു ബണ്ണ് പരുവത്തിൽ തന്നെ നമുക്കിതിവിടെ കിട്ടിയിട്ടുണ്ട്. ഉള്ളിൽ നമ്മളൊരു മുട്ടയുടെ ഫീലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പറയേണ്ട ആവശ്യം തന്നെ ഇല്ല. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ഈ ഒരു ഡിന്നർ റോള് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്തിട്ടെടുക്കാവുന്നുള്ളൂ. ഇത് നമ്മൾ ഓവനിലല്ലാതെ ആ ഒരു കടായിൽ വെച്ചിട്ട് ചെയ്തതാണ്. ഇത് ഞാൻ നിങ്ങളൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇതും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഓവനിൽ വെച്ചതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു എഗ് ഡിന്നർ റോൾസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്ക് 4 മണിക്ക് സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറിനൊക്കെ ആണെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.